അവനൊരു കയറി കുരുക്കി ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്ന് താഴത്തേക്ക് ചാടിയിട്ട് ഹീറോ കാർ എടുത്ത് പോകാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും ആ പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. ഇവൻ എവിടുന്ന് വന്നു എന്ന് മനസ്സിലായില്ല. ആ പോലീസുകാരൻ തോക്ക് ചൂണ്ടിയിട്ട്, നീ ഇവിടെയുള്ള എല്ലാവരെയും കൊന്നല്ലടാ, നീയാണോ ആ പിമ്പ് പെൺകുട്ടീനെയും കൊന്നത് എന്ന് ചോദിക്കും. അതിന് ഹീറോ, ഞാൻ കുറ്റവാളിയല്ല, വിക്ടിമാണ്. എന്റെ പെൺകുട്ടിയെ ഇവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. അവളെ നാട് കടത്തുന്നതിന് മുന്നേ എനിക്ക് അവളെ രക്ഷപ്പെടുത്തണം. ഇപ്പം എന്നെ വെറുതെ വിടോ, ഞാൻ ഈ ജോലി കഴിഞ്ഞിട്ട് സറണ്ടർ ആവാം എന്ന് ഹീറോ പറയും. അത് കേട്ട പോലീസുകാരൻ, നീ ആളെ പറ്റിക്കാൻ നോക്കുകയാണെന്നും പറഞ്ഞിട്ട് അയാളെ കയ്യിലെ ഹാൻഡ് കഫ് പുറത്തേക്ക് എടുക്കുകയാണ്. ഈ സമയം നോക്കി ഹീറോ പോലീസുകാരന്റെ തോക്ക് തട്ടിപ്പറിച്ചിട്ട് അയാളോട് കാറിനകത്തേക്ക് കയറാൻ പറയും. പോലീസുകാരൻ മിണ്ടാതെ കാറിനകത്തേക്ക് കയറുന്നു. ഹീറോ പോലീസുകാരനെ കാറിനകത്ത് ലോക്ക് ചെയ്തിട്ട് ആ കാറും എടുത്ത് നേരെ പോർട്ടിലേക്ക് വിടാണ്. പിറ്റേന്ന് കാലത്തായിരിക്കും പോർട്ടിൽ റീച്ച് ആവുന്നത്. ഈ പെൺകുട്ടികളെ ഓരോ കാറിനകത്താക്കി ആ കാർ കണ്ടെയ്നറിനകത്ത് കയറ്റിയിട്ട് ഇവരെല്ലാം നാട് കടത്തുക പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി. അതിലെ ഒരു കാറിൽ നമ്മുടെ യൂഞ്ചിനെ ഇരുത്തിയിരിക്കുന്ന ഹീറോ കാണും. ഹീറോ തന്റെ കാർ വേഗത്തിൽ ഓടിച്ച് ആ പെൺകുട്ടികളെ കൊണ്ടുപോകുന്ന കാർ ഇടിച്ച് മറിച്ചിടാണ്. എന്നിട്ട് ചാടി ഇറങ്ങി ആ കാറിനകത്തുണ്ടായിരുന്ന വില്ലന്മാരെ എല്ലാം തച്ചു കൊന്നിട്ട് നമ്മുടെ പെൺകുട്ടിയെ ഇനിയും രക്ഷപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴായിരിക്കും ആ കോമാളി അങ്ങോട്ട് വരുന്ന മഞ്ഞ കാറും എടുത്തിട്ട് അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ അവനെ വലിച്ച് പുറത്തേക്കിട്ട് ഇടിച്ച് മോന്തയൊക്കെ ഇഞ്ചമ്പരുവാക്കിയിട്ട് യൂഞ്ചിനെ ആരാടാ സെലക്ട് ചെയ്ത്, ആര് ചോദിച്ചത് പ്രകാരമാണ് നീ യൂഞ്ചിയെ കൊണ്ടുപോകാൻ ശ്രമിക്കണേന്ന് ചോദിക്കും. അതിനവൻ നടുവിരൽ കാണിച്ചിട്ട് പറ്റുമെങ്കിൽ കണ്ടുപിടിക്കടാന്ന് പറയുന്നുണ്ട്. ഹീറോ അവനോട് സംസാരിച്ച് സമയം കളയാതെ തോക്കെടുത്ത് ഒരൊറ്റ പൊട്ടീര, ഞാൻ കണ്ടുപിടിച്ചോളാന്നും പറഞ്ഞ് അവന്റെ കയ്യിലെ ഫോൺ എടുത്ത് അവൻ അവസാനം വന്ന കോൾ നമ്പറിലേക്ക് ഫോൺ ചെയ്ത് നോക്കും. അപ്പണ്ട് നമ്മുടെ പോലീസുകാരന്റെ ഫോൺ റിംഗ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പോലീസുകാരൻ ഒരു വൃത്തികെട്ട പോലീസുകാരനാണ്. ഇവൻ ഈ കൊള്ളക്കാർക്ക് വേണ്ടി പണി ചെയ്യുന്ന ഒരു ചാരനായിരുന്നു. കിമ്പളവും വാങ്ങിച്ച് ഈ പ്രോസ്റ്റിറ്റ്യൂഷന് പോലീസുകാരൻ ഇത്രയും കാലം കൂട്ടുനിൽക്കുകയായിരുന്നു. ഇതറിഞ്ഞ ഹീറോ, എനിക്കപ്പോഴേ അറിയാമായിരുന്നു വൃത്തികെട്ട പോലീസായി നീയായിരിക്കും ഇതിന് പിന്നിലെന്ന്. നീ കാണിച്ച നാറിത്തരത്തിന് ഇപ്പം എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്. ഏത് നിമിഷവും നിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ എൻ്റെ ഈ കച്ചറയൊക്കെ വൃത്തിയാക്കാൻ എനിക്കൊരു വൃത്തികെട്ട പോലീസിന്റെ ആവശ്യമുണ്ട്. നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ നീ ചെയ്ത തെണ്ടിത്തരങ്ങൾ ഞാൻ പുറത്തു പറയില്ല. എന്തു പറയുന്നു? നമുക്കൊരു ഡീൽ ഉറപ്പിക്കാം. അപ്പോൾ ആ പോലീസുകാരൻ സമ്മതിക്കും. എന്നെ പറഞ്ഞ് കുടുക്കിക്കല്ലേ, ഈ കുഴപ്പങ്ങളിൽപ്പെട്ട എല്ലാ റൗഡികളെയും ഞാനാണ് പിടിച്ചതെന്ന് പറയാം. നിനക്കെതിരെ കേസൊന്നും വരില്ല, ഞാനെല്ലാം സെറ്റിൽ ചെയ്തോളാന്നും പറഞ്ഞിട്ട് ഈ പോലീസുകാരൻ ഹീറോ ഇപ്പം ഉണ്ടാക്കിയ കേസിൽ നിന്നൊക്കെ ഹീറോനെ രക്ഷപ്പെടുത്തി ഹീറോനെയും നമ്മുടെ പെൺകുട്ടിയെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും. എന്നിട്ട് അവൻ കേസെല്ലാം സോൾവ് ചെയ്യാണ്. അത് കഴിയുമ്പോൾ ആശുപത്രിയിൽ ബോധം വന്ന നമ്മുടെ യൂഞ്ചി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹീറോ അടുത്തിരിപ്പുണ്ടാവും. ഹീറോ അവളോട്, പോലീസ് വന്ന് ചോദിക്കുകയാണെങ്കിൽ നടന്ന സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞേക്ക്, നിനക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇനി പേടിക്കണ്ടെന്നും പറഞ്ഞ് അവന്റെ മുറിയിലേക്ക് പോകാൻ നിൽക്കുക. അപ്പൊ യൂഞ്ചി ചോദിക്കും, നിങ്ങൾ എവിടെയാണ് കിടക്കണേന്ന്. അതിന് ഹീറോ, ഞാൻ VIP മുറിയിലാണ് കിടക്കണേന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകോ, എനിക്ക് ഇവിടെ ഇരിക്കണ്ടെന്ന് യൂഞ്ചി പറയാം. അതിന് ഹീറോ, ആ മുറിക്ക് ഒരുപാട് പൈസ കൊടുക്കണം, നിന്നെ ഒന്നും കൊണ്ടുപോയി കിടത്തില്ല എന്ന് പറയും. ആ പൈസ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാമല്ലോ. അതിന് ഹീറോ, ഞാൻ ഓൾറെഡി നിനക്ക് പൈസ കൊടുക്കുന്നുണ്ടല്ലോ, ഇനിയും കൊടുക്കാൻ സൗകര്യമില്ല എന്ന് പറയുക. അപ്പൊ നമ്മുടെ പെണ്ണ്, നിങ്ങളൊരു വൃത്തികെട്ട പൈസക്കാരനാ, എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും ഒറ്റയ്ക്കിരിക്കാൻ പേടിയായതുകൊണ്ടാ ഞാൻ നിങ്ങളെ കൂടെ വരാമെന്ന് പറഞ്ഞു എന്നെ തനിച്ച് വിട്ടിട്ട് പോണ്ടാന്ന് പറയും. അപ്പൊ ഹീറോ ഒന്നും മിണ്ടാതെ അവൻ ഇരുന്ന പഴയ സ്ഥലത്ത് തന്നെ യൂഞ്ചിയുടെ മുറിയിലായിട്ട് തന്നെ ചെന്ന് മാറിയിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ ഡേറ്റി പോലീസുകാർ അയാൾ വന്ന് ഹീറോയെ കാണുന്നു. നേരത്തെ നടന്ന കച്ചറെല്ലാം ഞാൻ സെറ്റിൽ ചെയ്തു, ഇനി തനിക്കെതിരെ കേസൊന്നും ഉണ്ടാവില്ല. എന്നാൽ എന്റെ സംശയം താൻ എങ്ങനെ എന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അത് കേട്ട ഹീറോ പറയും, ഞാൻ തന്റെ കാറിൽ ആ പിമ്പ് പെൺകുട്ടിയുടെ ബോഡി കണ്ടിരുന്നു. കോമാളിയുടെ ഫ്ലാറ്റിൽ ഈ പിമ്പ് പെൺകുട്ടിയുടെ ബോഡി ഉണ്ടെങ്കിൽ അത് അവനെതിരെ കേസാകുമെന്ന് നിനക്കറിയായിരുന്നു. സോ അവനെ സഹായിക്കാനാണ് ആ പെൺകുട്ടിയുടെ ബോഡിയുമായി നീ മോട്ടലിലേക്ക് വന്നത്. മോട്ടലിന് പുറകിലായി ആൾക്കാരെ കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് നിനക്ക് ആ എവിഡൻസ് എല്ലാം ബേൺ ചെയ്യണമായിരുന്നു. സോ ഇതിൽ നിന്നാണ് മനസ്സിലാക്കിയത് ആ മാഫിയ ഗ്യാങ്ങുമായിട്ട് നിനക്കൊരു വൃത്തികെട്ട ബന്ധമുണ്ടെന്ന്. അതൊക്കെ പോട്ടെ, നീ എന്തായാലും കാര്യങ്ങൾ സെറ്റിൽ ചെയ്തല്ലോ, ഇനി നിനക്ക് എത്ര പണമാണ് വേണ്ടതെന്ന് ഹീറോ ചോദിക്കും. അതിനാ പോലീസുകാരൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പണം തന്നോളൂ എന്ന് പറയാം. അപ്പൊ ഹീറോ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഉപകാരം കൂടെ നീ ചെയ്തു തരണം. യൂഞ്ചിയെ ആരോ ചൂസ് ചെയ്താണ്, അവൾക്ക് പണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ആരോ പ്രത്യേകിച്ച് അവളെ ചൂസ് ചെയ്തായിരുന്നു, അതാരാണെന്ന് നീ കണ്ടുപിടിക്കണം. അത് കേട്ട പോലീസുകാരൻ പറയും, ഈ കേസുമായിട്ട് റഷ്യൻ മാഫിയയ്ക്ക് ബന്ധമുണ്ട്, വിവരങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ കൂടുതൽ ചെലവാകും, മാത്രമല്ല ഞാൻ കയറി ഇടപെട്ടാൽ എന്റെ ജീവനും ആപത്താണ്. അത് കേട്ട ഹീറോ പറയും, ചെലവിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നിനക്കും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, നീ ആരാണെന്ന് മാത്രം കണ്ടുപിടിച്ച് പറഞ്ഞു തന്നാൽ മതി. ഇതും പറഞ്ഞിട്ട് ഹീറോ നേരെ ഒരു തോക്ക് വിൽക്കുന്ന പഴയ കൂട്ടുകാരനെ ചെന്ന് കാണാം. അയാളോട്, എനിക്ക് പുതുതായിട്ട് ഒരു M200 സ്നൈപ്പർ വേണമെന്ന് പറയും. അടുത്ത മിഷന് എനിക്കതിന്റെ ആവശ്യമുണ്ട്, അതൊരു പ്രത്യേക തോക്ക. ഇപ്പൊ പുള്ളിയുടെ കയ്യിൽ സ്റ്റോക്കില്ല, അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം, ആരും കാണാതെ, ഒരാഴ്ചത്തെ സമയം വേണമെന്ന് ആ തോക്ക് വിൽപ്പനക്കാരൻ പറയുന്നുണ്ട്. ഹീറോ സമയം എടുത്തോളൂ എന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് ചെല്ലും. അപ്പോഴായിരിക്കും ഭാര്യ വിളിക്കുന്നു. ഭാര്യ പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട്. അവള് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ യൂഞ്ചിക്ക് കുഴപ്പമൊന്നുമില്ല, അവള് വളരെ സന്തോഷത്തിൽ ക്ലാസ്സിൽ പോകുന്നുണ്ട്, കൂട്ടുകാരോടൊപ്പമൊക്കെ കറങ്ങുന്നുണ്ട്. നീ ഹാപ്പി അല്ലേ എന്ന് ഹീറോ ചോദിക്കും. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് ഭാര്യ പറയുന്നു. ഈ കോള് കഴിയുമ്പോൾ യൂഞ്ചി ഹീറോയോട് ചോദിക്കും, നിങ്ങളെ ഭാര്യയാണോ നിങ്ങളെ വിളിച്ചതെന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ ഒരുപാട്
പേടിയാണോ? അതിന് ഹീറോ, എനിക്ക് പേടിയാണ്, അവളെയല്ല പേടി, അവളെനിക്ക് നഷ്ടമാകുമോ എന്നുള്ള പേടിയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭക്ഷണമൊന്നും ബാക്കി വയ്ക്കാതെ എടുത്ത് കഴിച്ചോ, അതിനെല്ലാം ഞാൻ പണം കൊടുക്കുന്നുണ്ടെന്ന് ഹീറോ പറയും. അത് കേട്ട് യുജി കഴിക്കുന്നതിനും കണക്ക് പറയുന്നു, നിങ്ങളൊരു പിച്ചക്കാരനാണ്, ഈ പണമൊക്കെ ഞാൻ തിരികെ തന്നോളാം എനിക്ക് ജോലി കിട്ടിയിട്ട്. അത് കേൾക്കുമ്പോൾ ഹീറോ, തീർച്ചയായിട്ടും ഞാൻ പിച്ചക്കാരനാ, പിച്ചെടുത്താണ് ഞാൻ ഇത്രയും പണം ഉണ്ടാക്കിയത്, നിനക്ക് ചിലവായ പണം ഞാൻ വെറുതെ വിടില്ല, 24% പലിശ കൂട്ടി അതെനിക്ക് തിരിച്ചു വേണം. ഇപ്പം ആ ഭക്ഷണം എടുത്ത് കഴിക്കുക, അനാവശ്യമായിട്ട് എൻ്റെ പണം കളയണ്ട. അവൾ ഒന്നും മിണ്ടാതെ ഭക്ഷണം എടുത്ത് കഴിക്കുക. അപ്പോഴായിരിക്കും പോലീസുകാരൻ വിളിക്കുന്നത്. പോലീസുകാരൻ ഹീറോയോട് പറയും, നിങ്ങൾ ചോദിച്ചതുപോലെ ആ പെൺകുട്ടിയെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതോ റഷ്യൻ മാഫിയാണ്, അവരാരാണെന്ന് അറിയില്ല. എന്തായാലും ഇപ്പം ആ പെൺകുട്ടിയെ അവസാനമായിട്ട് കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പാർക്ക് ഹെങ്ജോ എന്ന് പറയുന്ന ഒരാളുടെ ഹോട്ടലിലേക്കാണ്. അയാൾക്കും ഈ കിഡ്നാപ്പുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ഇത് കേട്ട ഹീറോ ആ പാർക്ക് ഹെങ്ജോന്റെ ഹോട്ടലും അയാളുടെ ഫോട്ടോയും സെൻഡ് ചെയ്യാൻ പറയുന്നു. ഇത് കഴിഞ്ഞ് അടുത്ത സീനിൽ തന്നെ ഹീറോ ആ പുതിയ വില്ലന്റെ ഹോട്ടലിലേക്കാണ് ചെല്ലുന്നത്. ചെന്ന ഉടനെ ഈ പാർക്കന്റെ അടിയാൾക്കാരെല്ലാം ഹീറോ വെടിവെച്ചിട്ടു. ഇനി ആ പാർക്കന് മാത്രമേ ജീവനുള്ളൂ. ഹീറോ അയാളുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്തിട്ട് യൂഞ്ചി ആരാണ് സെലക്ട് ചെയ്തതെന്ന് ചോദിക്കും. ആ സമയത്ത് ഈ പാർക്കൻ റൗഡിയെ ആരോ ഫോൺ ചെയ്യുന്നു, വെള്ളക്കാരൻ ആരോ ഫോൺ ചെയ്യാണ്. ഹീറോ ആ ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇട്ട് സംസാരിക്കാൻ പറയും. മാമാ പിഗ് എന്ന് പറയുന്ന ഏതോ ഒരു ലേഡിയാണ് ഇയാളെപ്പോൾ വിളിച്ചിരിക്കുന്നത്. അവര് ആ വയസ്സൻ വളിയന്റെ പാർട്ടിക്ക് നീ പെൺകുട്ടികളെ അയച്ചോ എന്ന് ചോദിക്കും. ഈ പാർക്കനും ഞാൻ പെൺകുട്ടികളെല്ലാം അയച്ചു കഴിഞ്ഞു, ഇപ്പൊ മറ്റൊരു മീറ്റിംഗിലാണെന്ന് പറയുന്നുണ്ട്. കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഹീറോ ചോദിക്കും ആ വയസ്സൻ വളിയൻ ആരാണെന്ന്. അതിന് പാർക്കൻ, ഞാൻ പറഞ്ഞാൽ നീ എന്നെ കൊല്ലുമല്ലോ, അതിലും ഭേദം പറയാതിരിക്കുന്ന. അതിന് ഹീറോ, വിശ്വാസം കൈവിടിയണ്ട, ചിലപ്പോൾ ഞാൻ ജീവനോടെ വിട്ടാലോ, അത് നീ പറയുന്ന ഉത്തരത്തിലാണുള്ളത്, ഇനി പറ ആ വയസ്സൻ വളിയൻ ആരാണ്. അപ്പ വെള്ളപ്പാർക്കർ പറയും, വയസ്സൻ വളിയൻ ആരാണെന്നൊന്നും എനിക്കറിയില്ല, അയാൾ ഒരു ജഡ്ജാണ്, എപ്പോഴും ചെറിയ പെൺകുട്ടികൾ വേണമെന്ന് പറഞ്ഞ് ചോദിക്കുന്ന ഒരു ജഡ്ജാണ്, അയാൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ പെൺകുട്ടികളെ അയക്കുന്നത്. ഇതിന് ഇടനിലക്കാരിയായിട്ട് നിൽക്കുന്നത് മാമാ പിഗ് എന്ന് പറഞ്ഞ മറ്റൊരു പിമ്പാണ്. ഞാൻ പെൺകുട്ടികളെ ഡെലിവറി ചെയ്യും, അത്രയേ ഉള്ളൂ എൻ്റെ ജോലി. ഇപ്പം അയാൾക്ക് കൊറിയൻ ഗേൾസിനെ വേണ്ട, റഷ്യൻ ഗേൾസിനെ തന്നെ വേണമെന്ന് നിർബന്ധം. അതുകൊണ്ട് അയാൾ നമ്മുടെ നാട്ടിലുള്ള കൊറിയൻ ഗേൾസിനെ റഷ്യയിലേക്ക് കയറ്റി അയക്കും, റഷ്യക്കാര് അവരുടെ ഗേൾസിനെ ഇങ്ങോട്ട് കയറ്റി അയക്കും. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു അന്താരാഷ്ട്ര സംയോജനമാണ്. അതിന് ഞങ്ങളൊക്കെ നെടുന്തൂണായിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ. പരസ്പരം കൾച്ചർ എക്സ്ചേഞ്ച് ചെയ്യുക, എല്ലാവർക്കും സന്തോഷമാവും. ഈ എന്റർടൈൻമെന്റ് കമ്പനിയുടെ CEO ആണ് ഞാൻ, നിനക്കും വേണമെങ്കിൽ അവിടെ ജോലി തരാം, നീ എന്നെ ജീവനോടെ വിട്ടാൽ മതി. എല്ലാവർക്കും സ്നേഹം പകരുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇത് കേട്ടിട്ട് ഹീറോ കുറച്ചു നേരം ചിരിക്കുകയാണ്, അയാളോട് നന്ദിയും പറഞ്ഞ്. ചിരി കഴിയുമ്പോൾ ഒരൊറ്റ പൊട്ടീര അങ്ങനെ വെള്ളപ്പാർക്കറിനെയും കൊന്നുകളഞ്ഞു. അത് കഴിഞ്ഞ് ഹീറോ ഏതോ പഴയ കൂട്ടുകാരെ വിളിച്ച് ഈ ഡെഡ് ബോഡി എല്ലാം ക്ലിയർ ചെയ്യാൻ പറയും. അത് മറ്റാരുമല്ല, വേറെ പല പടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഹീറോയാണ്. പുള്ളിയെ വിളിച്ച് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് പുതിയൊരു പ്രൊജക്ട് കൂടെ ഉണ്ട്, ഞാൻ അതിനും പൈസ തരാമെന്ന് പറയുമ്പോൾ ഇപ്പം ഇങ്ങനെയുള്ള പണിയൊന്നും ഞാൻ ചെയ്യുന്നില്ല, വലിയ റിസ്ക് ആണ്, പോലീസ് അറിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് കുഴപ്പമാണെന്ന് പുള്ളിക്കാരൻ പറയും. അപ്പോൾ ഹീറോ, ഞാൻ ഇരട്ടി പണം തരാമെന്ന് പറയുന്നുണ്ട്. ഇരട്ടി പണം തന്നിട്ടും കാര്യമൊന്നുമില്ല എന്ന് പുള്ളി പറയുമ്പോൾ ഹീറോ ട്രിപ്പിൾ മടങ്ങായിട്ട് തരാമെന്ന് പറയും. അപ്പം അയാൾ 4 മടങ്ങാക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാമെന്ന് പറയുന്നുണ്ട്. ഹീറോ എന്നാൽ ശരി, ഞാൻ വെടിവെപ്പ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. നേരെ നമ്മുടെ തോക്ക് കച്ചവടക്കാരൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അയാൾക്ക് പുതിയ പാഴ്സൽ വന്നിട്ടുണ്ട്. ഹീറോ ചോദിച്ച ആ സ്നൈപ്പർ ഗണ്ണ് ഇത് ഒറിജിനൽ ആണെന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ പറയും, വിട്ടാ നീ ബില്ലും ചോദിക്കുമല്ലോ എൻ്റെ അടുത്ത്, ഇത് ഇല്ലീഗൽ ഐറ്റമാണ്, മിണ്ടാതെ വാങ്ങിച്ചിട്ട് പോ, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ. അത് കേൾക്കുമ്പോൾ ഹീറോ, ഇത് വർക്ക് ചെയ്യോ ഇല്ലയോ എന്നെങ്കിലും എനിക്ക് ചെക്ക് ചെയ്യണമല്ലോ, ഒന്ന് തുറന്ന് അഴിച്ച് കാണിക്കാൻ പറയും. ആ കച്ചവടക്കാരൻ ഡാഡി പൊതിയെല്ലാം തുറന്ന് ഒളിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് യൂട്യൂബും നോക്കി ഈ സ്നൈപ്പർ ഗണ്ണ് സെറ്റ് ചെയ്യാണ്. ആ സമയത്തായിരിക്കും നമ്മുടെ കുട്ടി ഹീറോയെ വിളിക്കുന്നു. അവള് പറയും അവളെ കൂട്ടുകാരിയുടെ അമ്മ അവളെ കാണാൻ വന്നിരുന്നു അത്രേ. നേരത്തെ കിഡ്നാപ്പൊക്കെ ചെയ്തിട്ട് പോയില്ലേ ആ പെൺകുട്ടിയുടെ അമ്മ, ആ പെൺകുട്ടി ഇപ്പൊ സൂയിസൈഡ് ചെയ്തെന്ന്. അതിന് അമ്മ യൂഞ്ചിയാണ് കുറ്റപ്പെടുത്തിയതത്രേ. ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞിട്ട് പോയി, ഞാൻ വിഷമത്തിലാണെന്ന് പുള്ളിക്കാരി പറയും. നിങ്ങൾ കുറച്ച് നേരത്തെ വരുമോ, ഞാനിവിടെ ഒറ്റയ്ക്കാ, എനിക്ക് പേടിയാണ്, കൂടെ ആരുമില്ല, ഒരുപാട് വിഷമാവുന്നു എന്ന് പറയുമ്പോൾ ഹീറോ വരാമെന്നും പറഞ്ഞ് ഒരു മൂളൽ കൊടുത്തിട്ട് ഈ ഗണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോവാം. ഹീറോ എത്തുമ്പോഴേക്കും നമ്മുടെ യൂഞ്ചി പെണ്ണ് ഉറങ്ങിപ്പോയി. ആ സമയത്തായിരിക്കും ഈ പോലീസുകാരൻ വിളിക്കുന്നത്. പോലീസുകാരൻ എന്തൊക്കെയോ പുതിയ വിവരങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. യൂഞ്ചിയുടെ അമ്മയാണെന്ന് പറഞ്ഞ നമ്മുടെ ഹീറോയിന്റെ കൂട്ടുകാരിയില്ലേ, ശരിക്കും അവരല്ല അമ്മ, അവര് രണ്ടാനമ്മയാ. ശരിക്കുള്ള അമ്മ മരിച്ചുപോയി, അച്ഛൻ വേറെ കല്യാണം കഴിച്ചു, അച്ഛനും 3 വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടാണ്. ഇപ്പൊ ഇവരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരമ്മയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. പിന്നെ ആ ജഡ്ജ് ആ നാട്ടിലെ തന്നെ വലിയ പണക്കാരനാ. അയാളുടെ കുടുംബം മുഴുവൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാ. അയാളെ തൊട്ട് കഴിഞ്ഞാൽ വലിയ വിപ്ലവം തന്നെ സംഭവിക്കും. അയാളുമായിട്ടുള്ള കച്ചറയ്ക്ക് ഞാനില്ലെന്ന് പോലീസുകാരൻ പറയാണ്. അത് കേട്ട ഹീറോ, നീ കച്ചറയ്ക്കൊന്നും വരണ്ട, എനിക്ക് അയാൾ പാർട്ടി നടത്തുന്ന സ്ഥലം ഏതാണെന്ന് മാത്രം പറഞ്ഞു തന്നാൽ മതി. അങ്ങനെ പോലീസുകാരൻ ഈ ജഡ്ജ് പാർട്ടി നടത്തുന്ന സ്ഥലം ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. അന്ന് വൈകിട്ട് തന്നെ ഈ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ഹീറോ പോവുക. അവിടെ ഒരുപാട് പെൺകുട്ടികളുണ്ട്.
കുറേയധികം കാവൽക്കാരും ഉണ്ടാവും. ഹീറോ ദൂരത്ത് കാട്ടിൽ ഒളിച്ചിരുന്ന് ഓരോ കാവൽക്കാരായിട്ട് സ്നൈപ്പർ വെച്ച് ഷൂട്ട് ചെയ്ത് വീഴ്ത്തുക. അത് കഴിഞ്ഞ് നേരെ ഇയാളെ കെട്ടിടത്തിനകത്തേക്ക് കിടക്കും. കാണുന്നവരെല്ലാം വെടിവെച്ചിടുന്നുണ്ട്. അപ്പോൾ അസാസിൻ അയാളും ഈ കെട്ടിടത്തിനകത്താണ് ഉണ്ടാവുക. ഹീറോ ആൾക്കാരെ എല്ലാം തട്ടിയത് പുള്ളിക്കാരന് മനസ്സിലായി. പുള്ളിക്കാരൻ അയാളുടെ ഗണ്ണുമായിട്ട് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. രണ്ടുപേരും തമ്മിൽ ഒളിച്ചിരുന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്തായിരിക്കും പോലീസുകാരനും കൂടെ അങ്ങോട്ട് വരുന്നത്. പോലീസുകാരൻ ഹീറോയെ ഷൂട്ട് ചെയ്യാൻ വരുന്നവരെയൊക്കെ വെടിവെച്ചിട്ട് ഹീറോയെ സഹായിക്കും. എന്നാൽ ഒരു മുഖ്യമായ സമയത്ത് ഈ പോലീസുകാരൻ പണി തരുന്നുണ്ട്. അയാൾ ഹീറോയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി ബാക്കിയുള്ള വില്ലന്മാർ വരുന്ന സമയം നോക്കി ഹീറോയെ പിടിക്കുക. അയാൾ ചതിക്കുകയായിരുന്നു. സോ ഈ വില്ലന്മാരെല്ലാവരും കൂടെ ഹീറോയെ പിടിച്ചോണ്ട് നേരെ ജഡ്ജിനടുത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഹീറോ ആ ജഡ്ജിനോട് നീയാണോ യൂൻജിയെ സെലക്ട് ചെയ്തത് എന്ന് ചോദിക്കുന്നു. ജഡ്ജ് ചിരിച്ചോണ്ട് ഹീറോയ്ക്ക് കൈ കൊടുത്തിട്ട് അതെ ഞാനാണ്, എൻ്റെ പേര് കിം ജങ് ഹോ, ഞാനിപ്പോൾ ഒരു ഹൈക്കോർട്ട് ജഡ്ജാണെന്ന് പറയും. പോലീസുകാരൻ നിന്നെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിരുന്നു, നീ ഭയങ്കര അസാസിനാത്രേ, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പോലീസുകാരൻ പറയും നിന്നെപ്പോലൊരു കില്ലറെ സഹായിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ലാഭം ജഡ്ജിനെ സഹായിക്കുന്ന. അത് കേട്ട ഹീറോ നീ ഒരു പ്രത്യേകതരം വൃത്തികെട്ട മനുഷ്യനാടാ, നിന്നെ കണ്ടതെന്തായാലും ഞാൻ ഓർത്തു വെക്കുന്നുണ്ട്. അപ്പോൾ ജഡ്ജ് പറയും എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്, നിങ്ങൾ പുറത്ത് ചെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തേക്കുന്നു. അപ്പോൾ പോലീസുകാരൻ നിങ്ങൾ പേടിക്കേണ്ട സാർ, ഞാൻ ഇവൻ ആത്മഹത്യ ചെയ്തതുപോലെ വരുത്തി തീർത്തേക്കാന്നും പറഞ്ഞ് ഹീറോയെ കൊല്ലാൻ വേണ്ടി വിളിച്ചോണ്ട് പോവാം. അങ്ങനെ പിടിച്ചോണ്ട് പോകുന്ന വഴി ഹീറോ ഡോറിനിടയിൽ ഈ പോലീസുകാരനെ കുടുക്കി അവന്റെ കയ്യിലെ തോക്ക് തട്ടി മാറ്റി അവനെ വലിച്ചിട്ട് അടിക്കാൻ തുടങ്ങും. അപ്പണ്ട് ബാക്കിയുള്ള റൗഡികൾ അങ്ങോട്ട് വരുന്നു. ഹീറോ ഒരു കമ്പൊടിച്ച് അവന്മാർക്കും ഇട്ട് പൊതിരടി കൊടുക്കുന്നുണ്ട്. ഒരു അടിപൊളി ഫൈറ്റ് സീൻ. അങ്ങനെ റൗഡികളെല്ലാം നിലം പരിശാക്കി കഴിഞ്ഞിട്ട് ഹീറോ പോലീസുകാരനോട് പറയാണ് ഞാൻ എന്തുകൊണ്ടാണെന്നറിയോ നിനക്ക് പിടി തന്നത്, ആ ജഡ്ജ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സോ ഹീറോയ്ക്ക് നേരത്തെ അറിയാം ഇവൻ നാറിയാണെന്നും കൂറുമാറുമെന്നും. അതുകൊണ്ട് ഇവനെ തന്നെ വെച്ചിട്ട് ജഡ്ജ് എവിടെയാണെന്ന് ഹീറോ മനസ്സിലാക്കിയതായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞ് അവന്റെ നെറ്റിക്കൊരു വെടിയുണ്ടയും കൊടുത്തിട്ട് ഹീറോ ഗണ്ണുമായി മുന്നോട്ട് പോകുന്നു. അപ്പോഴായിരിക്കും ആ അസാസിൻ എൻ്റർ ആവുന്നു. അയാളെ അങ്ങനെ എളുപ്പത്തിൽ പിടിക്കാൻ പറ്റില്ല. രണ്ടുപേരും പൊതുരെ മാറി മാറി വെടിവെപ്പ്, ഒളിച്ചിരുന്ന് വെടിവെപ്പ്. ഇങ്ങനെ കുറെ നേരം ചാടിക്കളിച്ചാൽ വെറുതെ സമയം പോവുള്ളൂ എന്ന് മനസ്സിലാക്കി ഹീറോ ഒരു ഭാഗത്ത് ഒളിച്ചിരുന്ന് 1, 2, 3 എണ്ണാൻ തുടങ്ങും. കറക്റ്റ് 4 എണ്ണുമ്പോഴായിരിക്കും ആ വെള്ളമുടി അസാസിൻ ചാടി വീഴുന്നു. പിന്നെ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞാടി. കുറെ നേരം അടിച്ചിട്ട് അവൻ വീഴുന്നില്ല. അപ്പോഴാണ് കൈ കിട്ടിയ ഒരു വൈൻ ബോട്ടിലെടുത്ത് ഹീറോ അവന്റെ മണ്ടയെ തല്ലി പൊട്ടിക്കുന്നു. അത് വർക്കൗട്ടായി എന്ന് മനസ്സിലാക്കുമ്പോൾ വീണ്ടും വൈൻ ബോട്ടിലെടുത്ത് അവന്റെ മണ്ടയടിച്ച് പൊട്ടിക്കാൻ തുടങ്ങും. അതോടുകൂടെ അസാസിന് ഇപ്പൊ കണ്ണ് കാണാതായി. അവന്റെ തോക്ക് തന്നെ എടുത്ത് അവനെ വെടിവെച്ചിട്ട് ചാടി ഒരു ചവിട്ടുണ്ട്. ഗ്ലാസും പൊട്ടിച്ച് ഈ അസാസിൻ ബിൽഡിങ്ങിന്റെ മണ്ടയെന്ന് താഴത്തെ പൂളിലേക്ക് തെറിച്ചു വീഴും. ഈ ബോഡി വന്ന് വെള്ളത്തിൽ വീഴുന്ന കണ്ടിട്ട് പാവ പെൺകുട്ടികളെല്ലാം പേടിച്ചോടാൻ തുടങ്ങി. ആരെങ്കിലും അവരെ സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ. എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല, വിഷമാവണം. സൂക്ഷിച്ച്. ഈ സമയത്ത് നമ്മുടെ ജഡ്ജൻ ഹായായി കുളിച്ച് ജട്ടിയിട്ട് പുറത്തേക്ക് വരിക. വന്ന് നോക്കുമ്പോൾ ദാണ്ടെ ഹീറോ അവന് മുന്നിൽ കോട്ടൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് നിൽക്കുക. ഈ ജഡ്ജിന്റെ കോലം കണ്ടിട്ട് എന്തേലും തുണി എടുത്ത് ഉടുക്കാൻ പറയും ഹീറോ. ജട്ടിയിട്ട ആൾക്കാരോട് ഞാൻ സംസാരിക്കാറില്ല. അയാൾ ഒരു കോട്ട് എടുത്ത് പുതയ്ക്കുന്നു. എന്നിട്ട് പറയും ഞാനാണ് അടുത്ത സുപ്രീം കോടതി ജഡ്ജ്, നിനക്കത് അറിയാലോ, എന്നെ കൊണ്ട് ഏത് രീതിയിലും നിന്നെ സഹായിക്കാൻ കഴിയും. എന്നെപ്പോലെ ഒരാൾ നിനക്ക് കൂട്ടുകാരനായിരിക്കുന്നത് വലിയ ഉപകാരം, അത് ആലോചിച്ചിട്ട് മതി എന്നോട് പെരുമാറാൻ. അപ്പൊ ഹീറോ ആരാണ് ഈ മാമാ പിഗ് എന്ന് ചോദിക്കും. അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഈ മാമാ പിഗ് എന്ന് പറഞ്ഞ ലേഡി മറ്റാരുമല്ല, നമ്മുടെ യൂൻജിയുടെ രണ്ടാനമ്മ തന്നെയാണ്. അതായത് ഭാര്യയോടൊപ്പം ഇപ്പൊ ട്രിപ്പ് പോയിരിക്കുന്ന ആ കൂട്ടുകാരി ലേഡി തന്നെയാണ് ഈ മാമാ പിഗ്. പണക്കാർക്കൊക്കെ പെൺകുട്ടികളെ സപ്ലൈ ചെയ്യുന്ന പിമ്പ്. ജഡ്ജൻ പറയും ആ സ്ത്രീയുടെ ഒരു കേസ് ഞാനാണ് നോക്കിയിരുന്നത്, അതിലവൾ പിടിക്കപ്പെട്ടതാ. ആ കേസ് സോൾവ് ചെയ്യുന്നതിന് പകരമായിട്ട് യൂൻജി എനിക്ക് തരാമെന്ന് അവൾ വാക്ക് തന്നായിരുന്നു. അവളാണ് എന്നെ പറ്റിച്ചത്. അതുകൊണ്ടാണ് യൂൻജിയെ കിഡ്നാപ്പ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. എല്ലാത്തിനും കാരണം ആ ലേഡിയും ഈ പോലീസുകാരനുമാണ്. ഞാൻ കുറ്റക്കാരനല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഉണ്ടായ കുഴപ്പങ്ങളെല്ലാം അവരെ തലയിൽ കെട്ടിവെച്ച് ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം, പിന്നെ നിനക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തു പറയുന്നു? ആ ഡീലിന് ഓക്കെ ആണോ? അത് കേൾക്കുമ്പോൾ ഹീറോ ഇരുന്നിട്ട് അപ്പൊ ആ ഡീലിന് ഞാൻ ഓക്കെ പറഞ്ഞാൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും ചെയ്യും, അങ്ങനെയല്ലേ? അതിനാ ജഡ്ജ് ഇനിയൊന്നും ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ നീ എല്ലാം മനസ്സിലാക്കിയില്ലേ, എല്ലാത്തിനും തെളിവായി. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് കിടന്നുറങ്ങിക്കോളാം. ഇനി ആരെയും ശല്യം ചെയ്യാൻ പോകുന്നില്ല. അത് കേൾക്കുമ്പോൾ ഹീറോ ചിരിക്കും. ഈ സ്ഥലം ഇപ്പൊ ആരാ ഹാൻഡിൽ ചെയ്യുന്ന? മാമാ പിക്ക്. അങ്ങനെയാണെങ്കിൽ അവള് തന്നെ ഇതും ഹാൻഡിൽ ചെയ്തോളും, നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് കേട്ട ജഡ്ജ് ചോദിക്കും എന്ത് ഹാൻഡിൽ ചെയ്തോളൂ എന്നാ പറഞ്ഞത്? ഇത് തന്നെ എന്ന് പറഞ്ഞിട്ട് ഹീറോ ടേബിളിൽ വെച്ചിരിക്കുന്ന തോക്കെടുത്ത ഒരൊറ്റ വെടിയാ. ഒരു വെടി തികയാത്തോണ്ട് വീണ്ടും വെടിച്ച് ആ ജഡ്ജിനെ അവിടെ വെച്ച് തന്നെ കൊന്നു കളഞ്ഞു. അങ്ങനെ ഏകദേശം വില്ലന്മാരെയെല്ലാം ഇപ്പൊ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിയുമ്പോൾ നമ്മുടെ മാമാ പിക്ക് ഹീറോയിന്റെ കൂട്ടുകാരി, അവർ രണ്ടുപേരും വെക്കേഷനിലാണല്ലോ. ഹീറോയിനോടൊപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന മാമാ പിക്ക് ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് ഒരു ഫോൺ വരുമ്പോൾ ആ ഫോൺ എടുത്ത് നേരെ കാറിനകത്തേക്ക് വരുന്നു. ജഡ്ജിന്റെ മൊബൈലിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത്. ഈ ലേഡി കോൾ അറ്റൻഡ് ചെയ്തിട്ട് സോറി മൈ ഡിയർ, കാര്യങ്ങളൊക്കെ കുറച്ച് കുഴപ്പത്തിലായി, അതുകൊണ്ടാണ് മോളെ അയക്കാൻ പറ്റാതിരുന്നത്. ഞാൻ വേറൊരു പെൺകുട്ടി അയക്കാം, ഇപ്പൊ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ, നമുക്ക് പിന്നീട് നോക്കാന്ന് പറയും. അപ്പൊ ഹീറോ പുറകിൽ നിന്ന് നിന്റെ ഡിയർ ഒന്നും അവിടെ ഇല്ല, അവനെ കൊന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിരിക്കണേ എന്ന് പറയും. അപ്പൊ ഈ മാമാ പിക്ക് ഞെട്ടുന്നുണ്ട്. ഹീറോ തോക്കെടുത്ത് അവളുടെ തലേ വെച്ചിട്ട് നീ എന്തിനാണ് യൂൻജിയെ എന്റെ അടുത്തേക്ക് അയച്ചത് എന്ന് ചോദിക്കും. അപ്പൊ ആ വില്ലത്തി പറയാണ് തന്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടെന്നും തനിക്ക് ഒരുപാട് ബിൽഡിംഗ്
കുഞ്ഞുങ്ങൾ സ്വന്തമാണെന്നും എനിക്കറിയായിരുന്നു. പണക്കാരായ മധ്യവയസ്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളെ ഇഷ്ടമാണല്ലോ. അങ്ങനെ യൂഞ്ചിയെ വെച്ച് നിന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ അയച്ചതെന്ന് പറയും. പക്ഷെ യൂഞ്ചിക്ക് ഇതൊന്നും അറിയില്ല. അവളൊരു പാവം പെൺകുട്ടിയാ. അവളെ ഈ രണ്ടാനമ്മ ഇവളെ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. ഹീറോ ഈ മാമാ പിഗിനോട് കാറ് മുന്നോട്ടെടുക്കാൻ പറയും. ഇവരങ്ങനെ കാർ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് ഓടിച്ചു കൊണ്ടുപോയി നിർത്തുന്നു. അപ്പൊ ഹീറോ യൂഞ്ചി പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള അവളുടെ എല്ലാ കാര്യങ്ങളും അവളെ നോക്കുന്നതും ഞാൻ ചെയ്തോളാന്ന് പറയും. അത് കേട്ട മാമാ പിഗി എല്ലാ നാറി ആണുങ്ങളും ഇങ്ങനെ തന്നെ, എനിക്കറിയായിരുന്നു അവള് നിന്നെ വളച്ചിടുമെന്ന്. എന്നിട്ടിപ്പോ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നോ? ഞാൻ സമ്മതിക്കില്ല. എന്റെ കയ്യെ കിട്ടിയ ഞാൻ അവളെ കൊന്നുകളയും. ഇത് കേട്ട ഉടനെ ഹീറോ തോക്കെടുത്ത ആ പെണ്ണിന്റെ മണ്ടയ്ക്ക് ഒരൊറ്റ വെടിയ. കുഞ്ഞുങ്ങളാരും ഉപദ്രവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഒരു പഞ്ച് ഡയലോഗും പറഞ്ഞ് മെല്ലെ കാറിൽ നിന്നിറങ്ങി ഹീറോ ദൂരത്തേക്ക് നടന്നു പോകും. ആ ബോഡി ഡിസ്പോസ് ചെയ്യാനുള്ള വാൻ പുറകെ തന്നെ വരുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ നമ്മുടെ ഭാര്യ, ഹീറോയുടെ ഭാര്യ, അവർ ബീച്ചിൽ ചെന്ന് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കാവും. അപ്പോഴായിരിക്കും ഹീറോ മെല്ലെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. നിനക്ക് നല്ല ഫോട്ടോഗ്രാഫി സെൻസ് ഉണ്ട്, നീ ഭാവിയിൽ വലിയൊരു ഫോട്ടോഗ്രാഫർ ആവുമെന്ന് ഹീറോ പറയും. ഇങ്ങനെ സസ്പെൻസ് ആയിട്ട് ഹീറോയെ കാണുന്നുണ്ട്. ഭാര്യ ഞെട്ടിപ്പോവാ. അപ്പൊ ഹീറോ യൂഞ്ചിയെ കാണിച്ചു കൊടുത്തിട്ട്, ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിച്ചിട്ടുണ്ട്, ഇതാ യൂഞ്ചിയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് യൂഞ്ചിയെ കൂടെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഭാര്യ ഓടി വന്ന് ഹീറോയെ കെട്ടിപ്പിടിക്കുക. എന്നിട്ട് പുറത്തു മെല്ലെ സ്നേഹത്തോടെ തട്ടുന്നുണ്ട്. ഈ തട്ടല് കാണുമ്പോഴാണ് മനസ്സിലാവുക ഹീറോ ഒരു പെൺകുട്ടിയെ കൊന്നു പറഞ്ഞ് ഒരുപാട് വിഷമിച്ച് നടക്കുന്നില്ലേ, ആ പെൺകുട്ടിയെ തന്നെയാണ് ഹീറോ കല്യാണം കഴിച്ചത്. അവളെ കൊന്നിട്ടില്ല. കൊല്ലാൻ കൊട്ടേഷൻ കിട്ടിയ പെൺകുട്ടിയെ ഹീറോ രക്ഷപ്പെടുത്തി തന്റെ ഭാര്യയാക്കി. താൻ ചെയ്തിരുന്ന ജോലി ഉപേക്ഷിച്ച് അവളോടൊപ്പം സന്തോഷമായിട്ട് കഴിയായിരുന്നു. അപ്പോഴാണ് ഈ തൊല്ലക്കേസ് വന്ന്. എന്തായാലും അതിനൊരു തീരുമാനമായി. ഇപ്പം എല്ലാം സെറ്റിലാക്കിയിട്ടുണ്ട്. അവിടെ വെച്ച് ദ കില്ലർ എന്ന സിനിമ അവസാനിക്കുകയാണ്. സോ ഗൈസ്, എങ്ങനെയുണ്ട്? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഓൾറെഡി കണ്ടതുപോലെ ഉണ്ടെങ്കിൽ അതൊരു തേജാവോ എഫക്റ്റായിട്ട് കണ്ട് ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ഹൊറർ സിനിമയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അത് കഴിയുമ്പോൾ ഒരു ക്രൈം ത്രില്ലറായിട്ടും വരാം. ഇത് കിട്ടാനില്ല പടം, വലിയ ബുദ്ധിമുട്ടാണെന്നേ. എന്നാലും കണ്ടുപിടിച്ച് ഞാൻ കൊണ്ടുവരാം. അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തമായ ഒരു ഹൊറർ കോമഡി ഷോർട്ട് ഫിലിം കൂടെ തയ്യാറാവുന്നുണ്ട്. പണിപ്പുരയിലാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ ഇനി വരും വഴിയിൽ പറയാം. കാത്തിരിക്കുക. അടുത്ത അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ, until then, it's bye from Uru Kadasaladumas.